ഉറങ്ങില്ലേ? ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ്. കുറച്ചുകൂടെ വെളുത്തിട്ട് പോയാൽ മതി. പൈസ വല്ലതും വേണോ? വേണ്ട. റോഡിലൂടെ വലത്തോട്ട് പോയാൽ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുന്ന് സ്റ്റേഷനിലേക്ക് ബസ് കിട്ടും. സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് ഏതെങ്കിലും വണ്ടി ഉണ്ടാവും. പോകുമ്പോ കഥ വലിച്ചടച്ചേക്കണം. പോയി സാറിന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഇതാ കുഴപ്പം. ഞാൻ 2 ദിവസം കൂടെ ഇല്ലെങ്കിൽ ചിട്ടകൾ മുഴുവൻ തെറ്റിക്കും. സാറിന്റെ ഒരു കാര്യം. വീട് മാറിപ്പോയാ? മാഫ് കീജിയേ, സോറി, വീട് മാറി. മാറിയിട്ടില്ലല്ലോ. एक मिनट बहन, 1 मिनट. ഈശ്വർ സാർ ഖർ. അതെ. അപ്പൊ ഇതാര്? മഹാലക്ഷ്മി. മഹാലക്ഷ്മി എന്നല്ലേ പേര്? മഹാലക്ഷ്മി എന്നല്ല, ലക്ഷ്മി എന്നാണ് പേര്. ആയിക്കോട്ടെ, ലക്ഷ്മി തന്നെ ആയിക്കോട്ടെ. ഇനിയിപ്പോ ലക്ഷ്മി ആയാലും മഹാലക്ഷ്മി ആയാലും ഞാൻ ചേച്ചിയെന്ന് വിളിക്കൂ. സാറേ എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ, അറിയോ? ദൈവമേ, ഇപ്പോഴെങ്കിലും എന്റെ പ്രാർത്ഥന നീ കേട്ടല്ല. എന്തായാലും ഇനി ചോദിക്കാനും പറയാനും ഒരാളായി. ഇനി ഇവിടെ ഒരു അടുക്കും ചിട്ടയും ബഹളമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വീട്ടിൽ വരുന്ന നല്ലതാ. രാവിലെ കാപ്പി കൊണ്ടായി കൊടുത്താ ഒന്നുമില്ലേ അത്? നിങ്ങൾ ആരാ? ഞാൻ ആരെന്നാ? ഞാനല്ലേ സാറിന്റെ എല്ലാം രാമൻകുട്ടി. അല്ല, അപ്പൊ സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പറഞ്ഞോണല്ലോ. ഇനി ചിലപ്പോ സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വെച്ച് പറയാത്തായിരിക്കും. ചേച്ചി ഇങ്ങോട്ട് നീങ്ങുന്നേ. ഇങ്ങോട്ട് നീങ്ങില്ലേ ചേച്ചി? ഈ മഹാലക്ഷ്മി വരും എന്നൊക്കെ സാർ ഇടയ്ക്ക് പറയുമ്പോ സത്യം പറയാമല്ലോ, ഞാൻ കരുതിയത് തമാശ പറയാന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത് യഥാർത്ഥമാണെന്ന്. സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ. സാറ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഉണ്ട്. അതേ നിറം, അതേ മുഖം, അതേ തലമുടി, മൂക്ക്, കണ്ണ് ഒക്കെ വളരെ കറക്റ്റാ.